ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബൂസ്റ്റ് വെച്ചിട്ട് നല്ലൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് നമ്മളെ നാട്ടിൽ കണ്ണൂരൊക്കെ പറയാം കുംസ് എന്നാണ്, അല്ലെങ്കിൽ പോള എന്നും പറയും. അപ്പോൾ ബാക്കിയുള്ളിടത്തൊക്കെ കേക്ക് എന്നാണ് കേട്ടോ പറയാം. അപ്പോൾ നല്ല പഞ്ഞ് മാതിരിയാണ് ഇതിരിക്കണത്. ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ്. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ആവശ്യമില്ല. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. പിന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നല്ല തിളച്ച പാൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ബൂസ്റ്റ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ബൂസ്റ്റ് എടുക്കുന്നത് 5 രൂപയുടെ 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടിന്നിലുള്ള ബൂസ്റ്റ് ആണെങ്കിൽ 4 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. 4ഓ 5ഓ എടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ കട്ടയില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മളിത് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴേക്കും ഇതിൻ്റെ ചൂട് പോയിട്ടുണ്ടാവണം. റൂം ടെമ്പറേച്ചറിലായിരിക്കണം, എന്നാലേ നമുക്ക് നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിത് അവിടെ ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. നല്ലോണം മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് ഇത് വേണ്ടത്. ഒരുപാട് വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ ഇത് ശരിയാവില്ല. അപ്പോൾ ഇനി നമുക്ക് കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ സോസ് പാൻ ഒന്ന് നന്നായിട്ട് ഗ്രീസ് ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് ഞാനിത് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് കുക്കറിൽ വേണമെങ്കിൽ ഇത് ചെയ്തെടുക്കാം. അപ്പോൾ അതും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 3 മുട്ട ചേർത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ളത് തന്നെ എടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇത് നമുക്ക് ബീറ്റ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ആ ഒരു പഞ്ഞിക്കെട്ട് മാതിരി നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിയിൽ വേണമെങ്കിലും ചെയ്യാം, പക്ഷെ അത്രയും സ്പോഞ്ചി ആയിട്ട് കിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര ഞാനിവിടെ ആദ്യം 3 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇതുപോലെ നമ്മുടെ വീട്ടിൽ കാണുന്ന ഒരു നോർമൽ സ്പൂൺ, നല്ല ചെറിയ സ്പൂണല്ല, അതിൻ്റെ ഇടയിൽ വരുന്ന ടേബിൾ സ്പൂൺ ഉണ്ടല്ലോ, അപ്പോൾ ഏകദേശം ഈ ഒരു വലിപ്പം വരും. എല്ലാവരുടെ വീട്ടിലുള്ള സ്പൂൺ തന്നെയാണ്, കണ്ടില്ലേ, ഈ ഒരു വലിപ്പമാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു സ്പൂണിൽ തന്നെയാണ് നമ്മൾ മൈദയും പഞ്ചസാര അളക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് കപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിലും എടുക്കാം. സാധാരണ ടേബിൾ സ്പൂൺ തന്നെ എടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇത് പതഞ്ഞ് വരണം. ഇത് എത്രത്തോളം ബീറ്റായിട്ട് വരുന്നു അത്രയും നല്ല സ്പോഞ്ചി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് ബീറ്റായി വരുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഒന്നും കൂടെ പഞ്ചസാര ബാക്കി ചേർത്ത് കൊടുക്കാം. നമ്മൾ 3 ആദ്യം ചേർത്തിട്ടുള്ളത്, അപ്പോൾ 3 കൂടെ ഒന്നുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടോട്ടൽ നമ്മൾ 6 ടേബിൾ സ്പൂണാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് പിന്നെ ബൂസ്റ്റ് ഇല്ലാതെ ഹോർലിക്സ് വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതിൻ്റെ ഫ്ലേവർ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഹോർലിക്സും ബൂസ്റ്റ് ഒന്നും ഇല്ലാതെ പ്ലെയിൻ ആയിട്ട് മുട്ടക്കുംസ് ചെയ്യണമെങ്കിൽ ബൂസ്റ്റ് ചേർക്കുന്നത് അങ്ങ് ഒഴിവാക്കിയാൽ മതി. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിനകത്തോട്ട് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബൂസ്റ്റ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം പോലെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കുറച്ച് പാല് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ 2 സ്പൂണ് പാലൊക്കെ മതി. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക. ബൂസ്റ്റ് നന്നായിട്ട് ഇതിൽ മിക്സ് ആവണം, നല്ല ഫ്ലഫി ആയിട്ട് ഉണ്ടാവണം ഇതിൻ്റെ ആ ഒരു ബാറ്റർ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് നമ്മളിത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മൈദ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ മൈദ ചേർക്കുന്നത് ആ സെയിം സ്പൂണിലാണ്. ആ സ്പൂണിൽ എടുക്കുമ്പോൾ നിറച്ച് എത്രത്തോളം ആ സ്പൂണിൽ എടുക്കാൻ പറ്റുമോ അത്രയും എടുക്കുക, നല്ല നിറച്ചെടുക്കുക. എന്നിട്ട് ആദ്യം ഒരു സ്പൂൺ ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് പതിയെ ഇട്ട് കൊടുക്കുക. ഒരുപാട് സ്പീഡിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പതയൊക്കെ പോവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെല്ലെ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് പതിയെ ഇതൊന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. തവി എന്തെങ്കിലും വെച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു സ്പൂണ് വെച്ചിട്ടോ കൈ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അല്ലാതെ സ്പാച്ചുല തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ വീണ്ടും നമ്മൾ അടുത്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമുക്ക് പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ കണ്ണൂരിലൊക്കെ കൂടുതൽ കണ്ടിട്ടുള്ളത്, എനിക്ക് തോന്നുന്നു കോഴിക്കോടൊക്കെ ഉണ്ടാവും. അപ്പോൾ കണ്ണൂരിൽ കൂടുതൽ നമ്മൾ എന്തെങ്കിലും കല്യാണം അതുപോലത്തെ എന്തെങ്കിലും സൽക്കാരമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ കുംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 നുള്ളി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ സ്പൂണ് മൈദയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒട്ടും തന്നെ മൈദ ഇല്ലാത്ത രീതിയിൽ പതിയെ മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ഇങ്ങനെ എയർ ബബിൾസ് വന്ന് കിടപ്പുണ്ടാവും, അപ്പോൾ അത് പോവാണ്ടിരിക്കാനാണ് നമ്മൾ പതിയെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു എയർ ബബിൾസ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഇത് നന്നായിട്ട് പൊങ്ങി കിട്ടുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള സോസ് പാനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് ഏകദേശം ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ വേണ്ടത്. വീഴുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല അത്യാവശ്യം നല്ല ഒരു കേക്കിൻ്റെ ബാറ്റർ പോലെ തന്നെ. അപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് അടിയിൽ ഒരു പാൻ വെക്കണം. അപ്പോൾ ആ പാൻ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ടാവണം. അതിന് ശേഷം വേണം ഈ ഒരു സോസ് പാൻ എടുത്തിട്ട് ഇതിൻ്റെ മേലെ വെക്കാനായിട്ട്. ഒരു പഴയ തവ എന്തെങ്കിലും വെച്ചാൽ മതി അടിയിൽ. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ എന്തെങ്കിലും ഹോൾ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് അടച്ചു കൊടുക്കുക.
അപ്പോൾ എൻ്റെ ഈ ഒരു സോസ് പാനിന് സൈഡിലായിട്ടും ചെറുതായിട്ട് ഹോളുണ്ട്. അപ്പോൾ അവിടെ ഞാനൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ എയറൊന്നും പുറത്ത് പോകാത്ത രീതിയിൽ വേണം നമ്മൾ ക്ലോസ് ചെയ്യാനായിട്ട്. അപ്പോൾ നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് വേവാൻ കേക്ക് വേവുന്ന അത്രയും സമയമൊന്നും വേണ്ട. ഏകദേശം ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ അത്രയ്ക്ക് എടുക്കുള്ളൂ. പിന്നെ നിങ്ങൾ എടുക്കുന്ന പാനിനനുസരിച്ച് കുറച്ച് വ്യത്യാസം വരാം. ഇപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ കൂടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ശരിക്കും ഒരു പഞ്ഞി കിട്ടും മാതിരിയാണ് കേട്ടോ ഇത് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. ഇത് കഴിച്ചവർക്ക് അറിയാമായിരിക്കും. നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുന്ന സമയത്ത് ഇത് നല്ല താഴേക്ക് പോവും. ഒരു പകുതിയോളാവും ഇതിൻ്റെ വലുപ്പം. അപ്പം ഞാൻ ചൂടാറുന്ന സമയത്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇതേ ചൂടാറിയിട്ടുണ്ട്. അത്യാവശ്യം ചെറുതായി അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തിട്ട് പ്ലേറ്റിലേക്ക് വെക്കാം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ബൂസ്റ്റിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ മുട്ട മാത്രം വെച്ചിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട്, ഒരു കേക്കിനേക്കാളും സോഫ്റ്റായിട്ട് തന്നെയാണ് ഉണ്ടാവുക. നമ്മൾ സാധാരണ സ്പോഞ്ച് കേക്കില്ലേ, അതിനേക്കാളും സോഫ്റ്റായിട്ട് ഇത് ഉണ്ടാവുക. പക്ഷേ ഇതിൻ്റെ അളവുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മൈദ എടുക്കുന്നത് കൂടുകയോ കുറയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചൊന്ന് അടിഭാഗം മാത്രം മൈദ ഇങ്ങനെ വന്ന് കിടക്കണ മാതിരിയൊക്കെ ഇരിക്കും. പക്ഷേ ഈ ഒരു കറക്റ്റ് അളവിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.